റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈസ ഇല്ല, പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷനും കൂടാണ് അത്. എന്റെ മരിച്ചും പോയി. അതെ, ദുബായി പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. സൂചന മരിച്ചാ പോയത്. ആണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ? ഇല്ല, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണിത്. എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി, ഞാൻ ചെയ്യുന്നു. ഇപ്പൊ നേരത്തെ ഒരു തള്ളച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ രേണുസുതി? ഞാനല്ല, രേണുസുതി ഞാൻ പറഞ്ഞു തള്ളച്ചിയുടെ കാര്യം. എന്നെ തള്ളച്ചിന്ന് വിളിച്ചാൽ അവരെ 100 പ്രാവശ്യം ഞാൻ അങ്ങനെ കാണിക്കരുത്, കാണണ്ട, കുട്ടികളെ കാണിക്കണ്ട, കണ്ണടപ്പിച്ച് വെക്കട്ടെ. സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ, പാവം, അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം, അല്ലെങ്കിൽ അവരെങ്കിലും ജീവിച്ചു പോട്ടെ. ഉത്തരവാദിത്തം എന്താ? വീട്ടിൽ ഇരിക്കണോ സുധിച്ചേട്ടന്റെ ഭാര്യ? എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ഇത് തന്നെയാ കുഴപ്പം. ഞാൻ എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ശരിയാണ്, അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന അത് എന്റെ വ്യക്തിപരമാണ്. ഞാൻ ചെയ്യുന്നത് വ്യക്തിപരം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം കൺമുമ്പിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് താങ്കൾ ഡൈവോഴ്സ് ചെയ്ത് കളയത്തില്ലായിരുന്നു. ഒരിക്കലുമില്ല സൂചന, എനിക്കറിയാം. എന്തായാലും തുറന്നു പറയത്തില്ല, ഇതൊക്കെ താങ്കൾ പറയുന്നതല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മൈക്ക് സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലിലെ അവതാരികയും അതുപോലെ തന്നെ നമ്മുടെ വിവാദ നായിക രേണുസുതിയും നടത്തിയ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം വിഡ്ഢികളാക്കിക്കൊണ്ട് ആ ചാനൽ അധികൃതരും പ്രൊഡ്യൂസറും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം ചേർന്നുകൊണ്ട് രേണുസുതിയും ശാരിക എന്ന് പറയുന്ന ഇൻ്റർവ്യൂ ചെയ്ത സ്ത്രീയും കൂടി ചേർന്നുകൊണ്ട് ഒരു തിരക്കഥ ഒരുക്കിയതിന് ശേഷം വളരെ പ്ലാൻഡ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ അവതരിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് പേർ ആ വീഡിയോ കാണുകയും ചെയ്തു. അതിൻ്റെ ഒറിജിനൽ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അവതാരിക തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്, എന്നെ തെറി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്ത ആ വീഡിയോയുടെ ഏതാനും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക. ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകളിൽ, എന്റെ ന്യൂസ് ചാനലുകളിൽ എല്ലായ്പ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ എല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയെന്നല്ല, അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഞാനും രേണുസുതിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. രേണുസുതിയെ തെറി പറയാത്ത 1,00,000 പേരിൽ തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ അങ്ങനെ ഇരിക്കുകയാണ് രേണുസുതിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു, ഇത് ശരിയാവും, കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും അറിയാലോ ഇതിന്റെ ഷോ എന്താണെന്ന്, രേണുസുതി വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുതി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും, ഇതിനാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുതി അറിയിച്ചിരുന്നു. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും. വളരെ സന്തോഷകരമായിട്ട് കൈകൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ രേണുസുതിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ്. ബിക്കോസ് ഞങ്ങൾ വളരെ അതിനു മുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്, തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ്. പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ത്രീ വളരെ കൂളായിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ മുമ്പേ തന്നെ ഇതിലെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ രേണുസുതി എന്ന് പറയുന്ന ഈ വിവാദ നായികയെ അറിയിക്കുകയും അതുപോലെ തന്നെ അവരുടെ സമ്മതം വാങ്ങിയതിന് ശേഷമാണ് ഈ ഇൻ്റർവ്യൂ ചെയ്തത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീ പറയുന്നുണ്ട്, ഈ രേണുസുതിനെ നമ്മുടെ കേരളത്തിലെ 1,00,000 പേർ തള്ളിപ്പറയുമ്പോൾ 1% പേർ അവർക്ക് പിന്താങ്ങുന്നുണ്ടെങ്കിൽ ആ 1%ത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഇതുവരെ രേണുസുതിയെ വളരെ പ്രോത്സാഹിപ്പിച്ചും അതുപോലെ തന്നെ പൊന്തിച്ചും ഒരുപാട് വീഡിയോകളും അതുപോലെ തന്നെ സംഭാഷണവും നടത്തിയ ഒരാളാണ് ഞാൻ. അല്ലാതെ അവർക്കെതിരെ നിൽക്കുന്ന ഒരാൾ അല്ല. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഒരാളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ എന്ന് ആ വിവാദ ഇൻ്റർവ്യൂവിലെ അവതാരികയായ ശാരിക എന്ന് പറയുന്ന സ്ത്രീ പറയുകയാണ്. അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ അവർ എന്തിനാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ രേണുസുതിയെ വളരെ മെച്ചമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് ആ ഇൻ്റർവ്യൂ ചിത്രീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കാണുന്ന ആർക്കും ഒരു സ്ത്രീയെ ഇത്രയ്ക്ക് മോശമായി നമുക്ക് സംസാരിക്കാൻ വേണ്ടി പാടുണ്ടോ, ആ സ്ത്രീയോട് ഇത്രയും മോശമായ രീതിയിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പാടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിപ്പോകും. ഈ സ്ത്രീ നിങ്ങൾ കണ്ടത് കാണും, അവതരിപ്പിച്ച ഒരുപാട് ഇൻ്റർവ്യൂ എല്ലാം വൈറലാക്കിയത് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് വരുന്ന ആൾക്കാരെ തമ്മിലടിപ്പിച്ചും എണീറ്റു പോയും ഇൻ്റർവ്യൂ നിർത്തിയും എല്ലാം ഒരു വൈറലായ ഒരു ഗേളാണ് ഈ ശാരിക എന്ന് പറയുന്ന അവതാരിക. അതുപോലെ തന്നെയാണ് നമ്മൾ രേണുസുതിയും. അടുത്തിടെ
ഒരുപാട് മോശകരമായ രീതിയിൽ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ കുറച്ച് ഹോട്ടുമായ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയും വ്യാപകമായ വിമർശനങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഒരു നടിയാണ് നമ്മുടെ സുധി എന്ന് പറയുന്ന നല്ല കലാകാരൻ്റെ ഈ ഭാര്യ. തീർച്ചയായിട്ടും അതൊന്നുമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുക ഇവരുടെ ഇൻ്റർവ്യൂയിലാണ്. ഇൻ്റർവ്യൂവിൽ എന്താണ് പ്രത്യേകത എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇൻ്റർവ്യൂവിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം ഒരു പിടുത്തം കിട്ടും. നമുക്ക് ആ വിവാദ ഇൻ്റർവ്യൂവിലെ പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. പൈസ ഇല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷനും കൂടാണത്. എനിക്ക് പൈസ ആവശ്യമുണ്ട്, കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം. എന്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്. എന്റെ പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. സൂചിച്ചേട്ടൻ മരിച്ചും പോയി. ദുബായ് പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. സൂചിച്ചേട്ടൻ മരിച്ചാ പോയത്. സോ എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ? ഇല്ല, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണിത്. എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി, ഞാൻ ചെയ്യും. അപ്പോൾ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യുമോ? പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ വൃത്തികേടെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് ആ സ്ത്രീയോട് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുകയാണ്, അതെ, എനിക്ക് പൈസ വേണം. കാരണം എൻ്റെ കുടുംബത്തിൽ പണിക്ക് പോയിട്ട് കുടുംബം പോറ്റുന്നത് ഞാനും ഒരാളാണ്. നമ്മുടെ സുധി എന്ന് പറയുന്ന ആൾ മരിച്ചുപോയി. അദ്ദേഹം ദുബായിലേക്കല്ല പോയത്, മരിച്ചു പോയതാണ്, തിരിച്ചു വരില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറെ പണിക്കെറ്റാൻ പോയിക്കൂടെ എന്ന ഇൻ്റർവ്യൂ എടുക്കുന്ന ആ സ്ത്രീ ഇവളോട് ചോദിക്കുമ്പോൾ രേണുക സുധി പറയുകയാണ്, എനിക്കിഷ്ടപ്പെട്ട പ്രൊഫഷനാണ് ഇത്, ഞാൻ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത്തരം ചോദ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലുള്ള ഒരു ദയ അല്ലെങ്കിൽ ഒരു സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഈ സമയത്ത് ആ സ്ത്രീക്ക് സാധിക്കുന്നുണ്ട്. സംഭവം പ്ലാൻഡാണ്, നമ്മളെ വളരെ ഒരു ട്രാക്കിലാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നത് ആർക്കും തന്നെ പെട്ടെന്നൊന്നും തിരിയാൻ സാധ്യതയില്ല. നമുക്ക് ബാക്കി കാര്യം ഇപ്പോ നേരത്തെ ഒരു തള്ളച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ രേണുസുധി? ഞാനല്ല, രേണുസുധി ഞാൻ പറഞ്ഞു തള്ളച്ചിയുടെ കാര്യം പറഞ്ഞു. എന്നെ തള്ളച്ചിന്ന് വിളിച്ചാൽ അവരെ 100 പ്രാവശ്യം ഞാൻ അങ്ങനെ. ഓക്കെ, ആ തള്ളച്ചി പറയുന്നത് ഒരു 400 രൂപ മുടക്കി നമ്മളൊരു ഫോൺ റീചാർജ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് നോക്കിയിരിക്കും, ആദ്യം കയറി വരുന്നത് രേണുസുധി. എന്റെ കുഴപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കാണാൻ വയ്യ, കുട്ടികളെ കാണിക്കരുത്. കാണണ്ട, കുട്ടികളെ കാണിക്കണ്ട, കണ്ണടപ്പിച്ച് വെക്കട്ടെ. സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ, പാവം, അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിച്ചു പോട്ടെ. പക്ഷെ താങ്കൾ എല്ലാ ചിന്തകളെയും എല്ലാ പ്രതീക്ഷകളെയും അറുത്തു മുറിച്ചു മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിലേക്ക് പോയി കളഞ്ഞു. ലെവലിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ സത്യമാവോ? ലോ ലെവലിലേക്കൊന്നും ഞാൻ പോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ സത്യം എന്ന് പറഞ്ഞില്ല. കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു. അതിന് ഇവിടെ ആർക്കും എന്ത് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആരുടെ തലയിൽ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ ഒരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്ത് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ഇത് തന്നെയാ കുഴപ്പം. അത് തന്നെയാ കുഴപ്പം. ഞാൻ എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ശരിയാണ്, അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന അത് എന്റെ വ്യക്തിപരമാണ്. ഞാൻ ചെയ്യുന്നത് വ്യക്തിപരം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം കൺമുമ്പിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ വിളിക്കുന്ന പൊതുമുതലാണ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഒരു അമ്മച്ചിയെ ഒരു തള്ള എന്ന് വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ അമ്മച്ചി ഈ രേണു സുധിയെ മോശമായ രീതിയിൽ എന്തോ പറഞ്ഞു, അതുകൊണ്ടാണ് തള്ള എന്ന് തന്നെയാണ് അവരും അഭിസംബോധന ചെയ്യുന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടം. അതിനുശേഷം അവർ പറയുന്നുണ്ട്, ഒരു തള്ളയ പറയുന്നുണ്ട്, ഏകദേശം റീചാർജ് ചെയ്തതിന് ശേഷം ഓൺലൈനിൽ ഇപ്പോൾ യൂട്യൂബ് ഓണാക്കി കഴിഞ്ഞാൽ ഈ രേണുക സുധിയുടെ വൃത്തികെട്ട വീഡിയോകളാണ് വരുന്നത്, കുട്ടികളെ ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ രേണുക സുധി പറയുന്നുണ്ട്, കുട്ടികളെ കണ്ണടിച്ച് പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ, സൗകര്യമുള്ളവർ കണ്ടാൽ മതി, ഞാൻ അങ്ങോട്ട് പോയിട്ടൊന്നും ചെയ്യുന്നില്ല, സൗകര്യമുള്ളവർ കണ്ടാൽ മതി വീഡിയോ എന്നൊക്കെയാണ് പറയുന്നത്. ഇനിയും എനിക്കിഷ്ടമുള്ള വീഡിയോകളെല്ലാം ഞാൻ ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം അവരുടെ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും നമ്മൾ അവർ ചെയ്യുന്ന വീഡിയോയിലോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഹോട്ട് സീനുകളോ അല്ലെങ്കിൽ വൃത്തികെട്ട സീനുകളോ എല്ലാം നമുക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. അത് രേണു പറഞ്ഞ കാര്യം സത്യമാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് അടിച്ച് പോവുകയോ മറ്റ് ചാനലുകൾക്കൊന്നും എന്തെങ്കിലും കാണുകയോ എല്ലാം ചെയ്യാം. പക്ഷേ ഇവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഇവർ പറയുന്നുണ്ട്, നിങ്ങളൊരു സുധി എന്ന് പറയുന്ന ഒരു നടൻ്റെ ഭാര്യയാണ്, നിങ്ങളൊരു പൊതുമുതലാണ് എന്ന് വരെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പൊതുമുതലാണെങ്കിൽ തീർച്ചയായിട്ടും അത് സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. ഈ രേണുക സുധി എന്ന് പറയുന്ന നടി, ഇപ്പോൾ നടി എന്നൊന്നും പറയാൻ വേണ്ടി പറ്റുകയില്ല, കാരണം അവരുടെ അഭിനയം പറ്റ ബോറാണ് എന്നാണ് തീർച്ചയായിട്ടും കേരളത്തിൽ 90% ആൾക്കും അഭിപ്രായം. എന്നാലും അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ തിരഞ്ഞെടുത്ത പ്രൊഫഷനാണ്. അവർ അഭിനയിക്കുന്നത് കാണണോ കാണണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. തീർച്ചയായും അത് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. ഈ ഒരു വീഡിയോയിലെ പ്രധാനപ്പെട്ട മറ്റു ചില ഏവരെയും വിഷമിപ്പിക്കുന്ന മറ്റു ചില ക്വസ്റ്റ്യനുകൾ കൂടിയുണ്ട്. നമുക്ക് അതുകൂടി. സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ, പാവം, അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിച്ചു പോട്ടെ. പക്ഷെ താങ്കൾ എല്ലാ ചിന്തകളെയും എല്ലാ പ്രതീക്ഷകളെയും അറുത്തു മുറിച്ചു മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിലേക്ക് പോയി കളഞ്ഞു.
വേറെ ലോ ലെവലിലേക്ക് പോയോ എന്ന് ചോദിച്ചാലും സത്യമാവോ? ലോ ലെവലിലേക്കൊന്നും ഞാൻ പോയെന്ന് ചോദിച്ചാൽ ഞാൻ സത്യം എന്ന് പറഞ്ഞില്ല. കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു. അതിന് ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആരുടെ തലയിൽ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ സുധിച്ചേട്ടന്റെ ഭാര്യ? എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്ത് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ഇത് തന്നെയാ കുഴപ്പം. അത് തന്നെയാ കുഴപ്പം. ഞാൻ എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ശരിയാണ്, അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന അത് എന്റെ വ്യക്തിപരമാണ്. ഞാൻ ചെയ്യുന്നത് വ്യക്തിപരം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം കൺമുമ്പിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തിപരമല്ല, എന്നെ വിളിക്കുന്ന പൊതുമുതലാണ്. എന്നെ വിളിക്കുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്താ പറയാ അഭിനയിക്കും. ഇനിയും ഷോർട്ട് ഫിലിം ആകട്ടെ, സിനിമ ആകട്ടെ, ആൽബം ആകട്ടെ, വെബ് സീരീസ് ആകട്ടെ, എന്ത് റീൽ ആകട്ടെ, ഫോട്ടോഷൂട്ട് ആകട്ടെ, എന്നെ ഇനി ആര് വിളിച്ചാലും എനിക്ക് ഇണങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും. അതിനി പൊതുമുതലല്ല എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കും. അപ്പൊ ഈ ജനങ്ങളെ കളിയാക്കുകയല്ലേ? ജനങ്ങളെ കളിയാക്കുന്നത് ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്റെ ജോലി അപമാനിക്കല്ലേ? സൂചിച്ചാണ്ട് എന്തിനാ അപമാനിക്കണം? മരിച്ചുപോയ സൂചിച്ചാണ്ട് എന്തിനാ? സൂചിച്ചാണ്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് താങ്കൾ ഡൈവോഴ്സ് ചെയ്ത് കളയത്തില്ലായിരുന്നു? ഒരിക്കലുമില്ല. സൂചിച്ചാണ്ട് എനിക്കറിയാം. വഴക്ക് പിടിക്കുമ്പോ ഞാൻ അപ്പൊ ഡിവോഴ്സ് ആകുന്ന തന്നെ സൂചിച്ചാണ്ട് പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ. ആ സൂചിച്ചാണ്ട് എനിക്കറിയാം. പിന്നെ എങ്ങനെ സൂചിച്ചാണ്ട് തോന്നുന്നു പറയത്തില്ല, ഇതൊക്കെ താങ്കൾ പറയുന്നതല്ലേ? അതിപ്പോ സൂചിച്ചാണ്ട് മരിച്ചു പോയില്ല, സൂചിച്ചാണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. എന്തും പറയാതല്ലേ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ അവകാശപ്പെടുന്നു, താങ്കളുടെ ഭാര്യ അവകാശപ്പെടുന്നത് തന്നെയല്ല, നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭാര്യ ഞാൻ തന്നെയാണ്. സമ്മതിച്ചു. പക്ഷെ താങ്കൾ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്നും തെളിയിക്കാൻ പറ്റും. അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. രാവിലെ ലോക്കൽ ട്രെയിനിൽ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത്. എനിക്ക് അഹങ്കാരം വേണേ ഞാൻ അങ്ങനെ വരത്തില്ല. അത്രയ്ക്ക് പിശിക്കായതുകൊണ്ടല്ല. അത്രയ്ക്ക് പിശിക്കൊന്നുമില്ല. അത്രയ്ക്കുള്ള കാശ് എന്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലോ. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു 5 ഇതിൽ എന്തൊക്കെയോ ഒരു സത്യമില്ലായ്മ മണക്കുന്നുണ്ട്. എനിക്കറിയില്ല. കാരണം നിങ്ങളുടെ മനസ്സിന്റെ അപ്പോൾ അവതാരികയുടെ ഒരുപാട് ചോദ്യങ്ങൾ, കുറുക്കിക്കൊള്ളുന്ന ഒരുപാട് ചോദ്യങ്ങൾ അവതാരിക രേണുവിനോട് ചോദിക്കുന്നുണ്ട്. സുധി ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സുധി നിങ്ങളെ ഡൈവോഴ്സ് ചെയ്യില്ലേ എന്ന് വരെ ചോദിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിൽ തെറ്റി ഇരിക്കുകയാണെങ്കിൽ സുധിയേട്ടൻ കരയുമായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. അപ്പോൾ പറയുന്നത് അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാലോ, കാരണം സുധി മരിച്ചുപോയ വ്യക്തിയല്ലേ, തിരിച്ചു വരികയൊന്നുമില്ല, സത്യമാണോ എന്ന് ഞങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുകയില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാളികളുടെ ഉള്ളിൽ ഒരുപാട് വേദന ഉണ്ടാക്കിയ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. നമുക്ക് ആ സമയത്ത് രേണു സുധിയോട് ചിലപ്പോൾ ചില സ്നേഹങ്ങളും ഒക്കെ നമുക്ക് സന്തോഷവുമെല്ലാം തോന്നിപ്പോകാം. ഇതെല്ലാം മുതലാക്കിക്കൊണ്ട് ആ വീഡിയോ വൈറലായി. ഏകദേശം ഇപ്പോൾ 10 മില്യണോളം ആൾക്കാരെല്ലാം അത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ കണ്ടു കഴിഞ്ഞു. പക്ഷേ വളരെ മോശകരമായ, വളരെ മ്ലേച്ഛകരമായ രീതിയിൽ മലയാളികളുടെ ഒരു പൊതുബോധ്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ അവതാരിക ശാരിക എന്ന് പറയുന്ന അവതാരികയും അതുപോലെ തന്നെ രേണുകാ സുധിയും ഇതെല്ലാം സ്ക്രിപ്റ്റ് ചെയ്ത് എഴുതി ഉണ്ടാക്കി ഈ വീഡിയോയിൽ പങ്കെടുക്കുന്നതിന് മുന്നേ, ഈ ചോദ്യോത്തര വേദിയിൽ പങ്കെടുക്കുന്നതിന് മുന്നേ ഇതെല്ലാം വായിച്ച് നോക്കി പ്ലാൻഡാക്കി വളരെ മലയാളികളെ എങ്ങനെ പറ്റിക്കാം എന്നതിനൊരു ക്ലാസ് കിട്ടിയതിന് ശേഷമാണ് ആ സ്ത്രീ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതും ഇത്തരം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതും ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നതുമെല്ലാം. വളരെ മോശകരമായി പോയി എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം രേണു സുധി എന്ന ഒരു പേര്, നമ്മൾ സുധിയോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഈ നടിയോടും ഒരുപാട് പേർ ഐക്യവും അതുപോലെ തന്നെ സ്നേഹവും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതെല്ലാം ഒരു ദിവസം കൊണ്ട് താറുമാറാക്കുന്ന ഒരു പരിപാടിയായി പോയി ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും താങ്കളുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു, താങ്കൾ തോന്നിയ രീതിയിൽ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ തോന്നിയ റീൽസിൽ അഭിനയിക്കുന്നു, അതൊക്കെ താങ്കളുടെ ഇഷ്ടം. താങ്കൾക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാം, ഞങ്ങൾക്കത് കാണാതിരിക്കാം, അത് ഞങ്ങളുടെ ഇഷ്ടം. അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ മലയാളിയുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരം ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി, അതും മലയാളികളെ ഫൂളാക്കുന്ന രീതിയിലായിപ്പോയി. തീർച്ചയായിട്ടും അത് വരും ദിനങ്ങളിൽ താങ്കൾക്കുള്ള പിന്തുണയിൽ കുറവ് ഉണ്ടാകും. അതുപോലെ തന്നെ താങ്കളുടെ ഫാമിലിയിൽ നിന്ന് താങ്കൾക്ക് ഭയങ്കര സപ്പോർട്ടാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, അതും പച്ച കള്ളമല്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ല, ഭയങ്കര സപ്പോർട്ടാണെന്ന് രേണു സുധി പറയുന്നു. ഇത്തരത്തിലാണ് പോക്കെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനൽ അവതാരിക പറഞ്ഞത് തന്നെ ആയിരിക്കും അവസാനം രേണു സുധീന് വരാനുള്ളത്. ഇത്തരം ഓരോ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടിടുമ്പോൾ അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കാൻ വേണ്ടി ബാക്കിയാവുന്നത് ഈ രേണുക സുധി മാത്രമായിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാ കോപ്രായത്തങ്ങളും കാണിക്കുന്നത് കൊണ്ട് അത് വൈറലായിരിക്കുന്ന സമയത്ത് താങ്കളെ എല്ലാ സീരിയലുകാരും അതുപോലെ തന്നെ റീൽസുകാരും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടുകാരും എല്ലാം വിളിച്ച് ഉപയോഗപ്പെടുത്തുന്നു എന്നത് ചോദിച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതെല്ലാം ആലോചിച്ച് ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.